സോഷ്യൽ മീഡിയയിൽ രേണു സുധിയെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺട്രവേഴ്സി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദിനം പ്രതി രേണു സുധി ബന്ധപ്പെട്ട് വരുന്ന കോൺട്രവേഴ്സീസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒത്തിരി വൈറലാവാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. അതായത് ഈ പറയുന്ന ഒരു ഫെയിം, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലൊരു ഫെയിം കിട്ടുകയും അതിലൂടെ നെഗറ്റീവ് ഷെയ്ഡിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വൈറലാകുകയും അതിനുശേഷം ബിഗ് ബോസ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുകയും ഈ ഒരു സമയത്ത് അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയതിന് ശേഷവും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പഴയ ഒരു പ്രൗഢിയോടുകൂടി എക്സിസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇന്നലെ രേണു സുധി തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ പങ്കുവച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എൻ്റെ കുട്ടികളെ സ്നേഹിക്കാനും ഒരു പുതിയൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് രേണു സുധി പുതിയൊരു കല്യാണത്തിലേക്ക് ആലോചിക്കുന്നുണ്ട്. ഒരു പുതിയൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി ഇന്നലെ രേണു സുധി തൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസ് ഇടുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സും ഒത്തിരി ഈ പറയുന്ന രേണു സുധിയെ എതിർത്തുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്ക് സുധിച്ചേട്ടനെ വേണ്ട, സുധിച്ചേട്ടൻ്റെ ഇമോഷൻസ് ഇല്ല, സുധിച്ചേട്ടൻ്റെ കുട്ടികളെ നോക്കാൻ സമയമില്ല, അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സ്വന്തമായിട്ടൊരു ജീവിതമുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി. ആ ഒരു ജീവിതത്തിൽ പുതിയൊരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും രേണു സുധിക്ക് പുതിയൊരു കല്യാണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ വീഡിയോസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രേണു സുധിക്ക് അത് വേണ്ടെന്ന് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നീട് ഈ പറയുന്ന രേണു സുധിയെ എതിർത്ത് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അതായത് സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഫെയിം, തനിക്ക് ആദ്യം കിട്ടിയ ആ ഒരു സോഷ്യൽ മീഡിയ ഫെയിം പോകാതെ സൂക്ഷിക്കാനായിട്ട് രേണു സുധി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് വളരെ മോശമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന പല പല വീഡിയോസും ഷോർട്ട് ഫിലിമുകളെ ബന്ധപ്പെട്ട് വരുന്ന ഇൻ്റർവ്യൂസിനെയൊക്കെ ബന്ധപ്പെട്ട് കൊടുക്കുന്ന പല പല ബൈറ്റ്സും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൾഗറാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വൈറലാവാനായിട്ട് എന്തും ചെയ്യാം എന്നുള്ള മെൻറ്റാലിറ്റിയോടുകൂടി ചില കാര്യങ്ങൾ രേണു സുധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്കും തോന്നാറുണ്ട്. മറ്റുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്, അതായത് രേണു സുധിയുടെ ജീവിതത്തെ ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു വ്യക്തിയെ ആ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധിക്ക് അത് ചെയ്യാം. ഈ പറയുന്ന രേണു സുധിയെ ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു കല്യാണത്തിലേക്ക് പോകുന്നു, പുതിയൊരാളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് അയാളെ ഞാൻ കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ പുറത്തു വരാനായിട്ട് ആരംഭിച്ചത് ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്. ഇത് രേണു സുധിയുടെ വായെന്ന് തന്നെ ഒത്തിരി പ്രാവശ്യം പല പല ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ രേണു സുധിയുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെ രേണു സുധി ഇഷ്ടപ്പെടുന്നുണ്ട്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓരോരോ സമയത്തും സോഷ്യൽ മീഡിയയിൽ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ ടെസ്റ്റ് ഡോസ് അടിച്ച് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത്, ആരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് എനിക്കിതിലൂടെ ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. രേണു സുധിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇത്രയും നാൾ രേണു സുധി ജീവിതത്തിലെടുത്ത പല തീരുമാനങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ നേടിയിട്ടുള്ള പല കാര്യങ്ങളും സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണമായാലും അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ഈ പറയുന്ന മോശപ്പെട്ട രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വ്യക്തികളെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഒന്നാമത്തെ കാര്യം, രേണു സുധിയുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ഒരു അഭിപ്രായം പറയാനോ അതിനകത്ത് കയറി നമുക്കൊരു കാര്യം ചെയ്യാനോ ഒന്നും ആർക്കും സാധിക്കില്ല. അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും അവസാനം രേണു സുധി തന്നെയാണ് തൻ്റെ ജീവിതത്തെ പറ്റി തീരുമാനിക്കേണ്ടതും തൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും കൊണ്ടുവരാനായിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരേണ്ടതും. ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പബ്ലിസിറ്റി ഇതിന് കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ പറയുന്ന പബ്ലിസിറ്റി കൊടുക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന
എന്ന ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ജീവിതത്തിൽ ഈ പറയുന്ന വ്യക്തിക്കായാലും അല്ലെങ്കിൽ രേണുസുധിയുടെ കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും അതിനെ ബന്ധപ്പെട്ട് വരുന്ന പല ബുദ്ധിമുട്ടുകളും സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള പബ്ലിസിറ്റി ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ആയാലും രേണുസുധി അഭിനയിക്കുന്ന പല സീരിയലോ സിനിമയോ എന്തുമായിക്കോട്ടെ, ഈ ഒരു കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടണം. അതുപോലെ തന്നെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വില കളയാതിരിക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉള്ളത്. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും രേണുസുധിയുടെ സ്വകാര്യ ജീവിതത്തെ മോശമായി ചിത്രീകരിക്കണമെന്നൊന്നുമില്ല. രേണുസുധി വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യക്തികളാണ് ഈ പറയുന്ന രേണുസുധിയെ എതിർത്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്